വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആയിട്ട് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തോടെ ഞാനൊന്ന് ഒരു നൈറ്റ് ബ്ലോഗ് ആട്ടോ. ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. സമയം നോക്കട്ടെ, 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത് 26/6/2024, അതായത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആട്ടോ. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും, അല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇന്നൊരു ഞാൻ എടുക്കാൻ വന്ന കാരണം ഈ വീഡിയോയുടെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഫോൺ ചാർജില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പം എന്ത് ക്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അങ്ങനെ വലിയായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു കഴിവൊന്ന് പുറത്തിട്ടിട്ടാണ്. വലിയായിട്ടില്ല. ഇപ്പോൾ ഈ പൊട്ടി ഇങ്ങനെയൊക്കെ കാണുന്നില്ല, ഇതൊക്കെ പൊട്ടുകളാട്ടോ. അപ്പോൾ എന്താ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കാമല്ലേ. വലിയായിട്ടൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും. സിമ്പിൾ ക്രാഫ്റ്റ് ആട്ടോ. നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ കാണും, എപ്പോഴും കാണും. ഓരോ ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്ത് കാണാമല്ലോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണിക്കും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ. ബാക്കി നമുക്ക് ലാസ്റ്റ് പറയും. നമുക്ക് ക്രാഫ്റ്റ് കാണാം. ക്രാഫ്റ്റ് കാണിക്കാമോ. എൻ്റെ സ്റ്റഡി ടേബിൾ നിങ്ങൾ കാണാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഇപ്പോൾ ഇവിടെ ഒരു അലങ്കോലാക്കിയിട്ടുണ്ട്. ഇതിവിടെ ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ആട്ടോ ഈ ഒരു അലങ്കോല. നമുക്കപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളും കൂടെ ക്ലീൻ ചെയ്യും. ഇത് ഞാൻ കത്രിക ഇവിടെയും പശയുടെ സെറ്റ് കേട്ടോ. ഇതിനകത്തിറക്കുന്ന ഈ സ്കെച്ചൊക്കെ കിട്ടിയ ഇതാട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ഇതൊക്കെ വെക്കുന്നു. പശയൊക്കെ ഇതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നടച്ചു വെക്കാം. അയ്യോ, എല്ലാം കുളമാക്കുമല്ലോ. ചെറുതായിട്ട് ഇരിക്കത്തുള്ളെങ്കിലും എനിക്കൊന്ന് പിന്നെന്നറിയില്ല, വയസ്സിരിക്കുന്നില്ല. തകരാറായോ. ഇതെനിക്ക് ചെയ്യണമെങ്കിൽ 2 കൈയൊക്കെ വേണം. ഞാൻ ഇപ്പം എന്തായാലും ഇത് നമുക്ക് ലാസ്റ്റ് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് താഴെ പോയി സേർവ് എടുക്കാം. ഇതാട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ വെക്കാം. ഇതും ഇതാട്ടോ. ഇത് ഞാൻ ചുമ്മാ ഒന്ന് വെച്ചാണ്. ഇതെൻ്റെ ഡയറി ആട്ടോ. ഡയറി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്നാലും. പിന്നെ ഇതെനിക്ക് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുഞ്ഞുണ്ണി റബ്ബർ ബാൻഡ് കൂട്ട് ബുഷും ഇപ്പോൾ കഴിച്ചാണ്. അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിങ്ങനെ കുറച്ച് ഒരു കൊളുത്തുണ്ട്, അങ്ങനെ കുറച്ച് മുത്തുകളും ഉണ്ട്. മുത്തൊക്കെ നിറയ്ക്കുന്ന ഇത് ചൂടെ കോയിനാണ്. പിന്നെ ഇത് കമ്മലിൻ്റെ കലമ്പുവാണ് കിട്ടാനുള്ള റബ്ബറും. ഇതും നമുക്കിതിവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരെ ഇതൊക്കെ ചുമ്മാ ഞാൻ പൈപ്പ് വെച്ചാണോ. ഇതിനകത്തുള്ള സാധനങ്ങൾ കാണിക്കണോ, നമുക്കിപ്പോൾ കാണിക്കണം. ഇപ്പം ഞാൻ രാത്രി ആയതുകൊണ്ട് കാണിക്കുന്നില്ല. പൗച്ച് നമുക്ക് അടയ്ക്കാം. പച്ചക്കറിക്കുന്ന ശകലം പാടാണ് ഒറ്റക്കൈ കൊണ്ട്. ഇപ്പം എന്തൊരു കഷ്ടമാണ് നിർത്തുന്നത്. ഞാൻ എന്തായാലും ഈ പൗച്ചൊന്ന് അടയ്ക്കട്ടെ. എൻ്റെ പൗച്ചൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്. അടച്ചു. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതെൻ്റെ ഓയിൽ പേസ്റ്റ്. ഇതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കേട്ട് കൊടുക്കാം. ഇതിൻ്റെ പൗച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇത് ക്രാഫ്റ്റ് ചെയ്യുന്ന ബാക്കിയായിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാം. ഇതെൻ്റെ ബ്രഷ്, പെയിൻറ്റിങ് ബ്രഷ്. ഇത് കത്രിക, ഒരു പെൻ, 2 പെൻസിലുണ്ട്. പെൻസിൽ ഇതുണ്ട്. അയ്യോ ഗൈസ്, നമ്മൾ ഇത് വെക്കാൻ മറന്നു പോയി. പൗച്ചിൽ ഒക്കെ വെക്കാം. ഇവിടെ ഇങ്ങോട്ട് വെക്കാം. പിന്നെ ഇതാണ് എൻ്റെ കുറച്ച് റിങ്സ്. അധികം ഞാൻ അറിയില്ല ക്രാഫ്റ്റ്. അപ്പം എൻ്റെ മോതിരത്തിൻ്റെ ഇത് ഞാൻ പിടിപ്പിച്ചാട്ടോ. ഈ ഒരു മുത്ത് ഞാൻ പിടിപ്പിച്ചതാണ്. എൻ്റെ മുത്ത് കാണാൻ പോയപ്പം ഞാൻ പിടിപ്പിച്ചത്. പശ പോയിട്ടുണ്ട്, ഇത് നമുക്ക് ഒട്ടിക്കണം. അങ്ങനെ ഇത് നമുക്കിവിടെ ഒതുക്കി വെക്കാം. ഇത് വേറൊരു ഓയിൽ പേസ്റ്റ്. അങ്ങനെ പോയി ഇവിടെ വരും. പിന്നെ നിങ്ങൾ അറിയിക്കുന്നുണ്ടോ ഈ ബോക്സിൽ എന്താണ് കുറേ വാട്ടർ കളർ ആട്ടോ. പിന്നെ ഇതെൻ്റെ ഇതാണ് പാട്ട് ബുക്കാണ്. ഇതിൽ 2 പാട്ട് എഴുതിയിട്ടുള്ളൂ. സ്റ്റഡി ടേബിളിലെ തട്ടുകൾ. ഓക്കെ,
നമുക്ക് അങ്ങനെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ വെച്ചേക്കാം. ഇത് നമുക്ക് അടിയിലേക്ക് വെക്കാം. ഇതൊക്കെ വേസ്റ്റാണ്. ഇവിടെ ഇങ്ങോട്ടെ ഇതിൻ്റെ ക്രാഫ്റ്റ് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ചെയ്ത ക്രാഫ്റ്റ്. മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു ടോർച്ച്. ഇതൊരു ടോർച്ച്. ഇവിടെ ഞാൻ വരച്ചാണ്. ഇതൊക്കെ ഞാൻ വരച്ചാണ്. കലണ്ടർ ഉണ്ടാക്കി. ജൂൺ മാസമായില്ല, അപ്പോൾ കലണ്ടർ ഞാൻ ഉണ്ടാക്കി. അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു പടം, അതിനിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പടം. ഇത് ഒറ്റ കണ്ണൻ, ഇത് 2 കണ്ണൻ, ഇവിടെ ഒരു മരം. ഓക്കെ, അപ്പം പറഞ്ഞതാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ പയ്യെ കേട്ട് കൊടുക്കും. ഞാൻ വിചാരിച്ചത് ഇവിടെ മൊത്തം ബ്ലാക്ക് വേണമായിരുന്നു അടിക്കാൻ, പക്ഷെ നീരടിച്ചു പോയി. ഇവിടെ മൊത്തം ഇരുട്ടാണ്. ഇതിലൂടെ നമ്മളിങ്ങനെ ടോർച്ച് അയക്കുമ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ കാണും. ഇത് ടോർട്ടോയിസ്, സ്റ്റാർഫിഷ്, ഒട്ടോപ്പസ് പോലും ഇല്ല. ഇതെന്തോ ഒരു മീൻ. ഇതൊരു മീൻ, നിങ്ങൾക്ക് പേര് കേട്ടോ. ഇത് ജെല്ലി ഫിഷ് കണ്ടോ. ഒരു ടോർച്ച് അടിച്ച പോലെയൊക്കെ ഉള്ളതാണ് എനിക്കൊരു ഫീല്. ഇത് നമുക്ക് ഇങ്ങനെ കെട്ടിവെക്കാം. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കിയത് കാണിച്ചിട്ട് പറയാം. ആദ്യം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഫിഷിനെ ഒരു വരച്ചു. എന്നിട്ട് മറുവശം എടുത്തു. ഇതിനെ കളർ ചെയ്തിട്ടാണോ, കളറൊക്കെ ചെയ്തു. മറുവശം എടുത്തിട്ട് ഞാൻ ഇവിടെ മൊത്തം ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് എന്തെങ്കിലും അടിച്ചു. പിന്നെ ഇത് നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് പുറകെ വേണം കട്ടിക്ക് വേണ്ടി വേറൊരു പേപ്പർ ഫിറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതിങ്ങനെ കെട്ടി കൊടുത്ത് ഇത്ര സിമ്പിളാട്ടോ. അപ്പം ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളുകൾ പറയണത്. പിന്നെ ഞാൻ ചെയ്ത ക്രാഫ്റ്റും. അപ്പം ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഇത്. ഇതാ പറയാം സാധനം. ഇതൊക്കെ സാധനങ്ങളാണ് കാണിച്ചതാട്ടോ എൻ്റെ ഒരു സ്റ്റഡി ടേബിളും ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റും. ഇനി എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ അതിൽ നോക്കിയിട്ട് നിങ്ങൾ കുറേ കമൻറ്റ് ചെയ്തോളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ലോട്ടിട്ട് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെന്താ, ഡാൻസ് വീഡിയോ വേണേ, ഹോം ടൂർ, ചലഞ്ച് വീഡിയോ, അങ്ങനെ കുറേ വീഡിയോസ് വേണേ കമൻറ്റ് ബോക്സ് ഇട്ടേക്ക്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ പേര് കമൻറ്റ് ചെയ്തേക്ക്. കമൻറ്റ് ചെയ്തിട്ട് ആ മെസ്സേജ് എന്താ ചലഞ്ച് ചെയ്യേണ്ട മെസ്സേജും കൂടെ ഇട്ടേക്ക്. എൻ്റെ വീഡിയോസ് കാണുന്ന കേട്ടോ. എന്നാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഇനി കാണണമെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറിക്കോ, എൻ്റെ ചാനലിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കാണുന്നവരെ ഇപ്പം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബില്ലും കൂടെ അടിച്ചിട്ട് ബെൽ ബട്ടണും കൂടെ അടിക്കണം, മറക്കരുത്. ആൻഡ് നമുക്കിനി അടുത്തോട്ട് കാണാം. ബൈ ബൈ.